ഹായ്. അവൾ നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു. അവൻ വളരെ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നമ്മുടെ തോന്നലുകൾ ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. എങ്കിലും അത്തരം പ്രയോഗങ്ങൾ നമ്മുടെ സംഭാഷണങ്ങളിൽ വരാറുണ്ട്. അത് ഇംഗ്ലീഷിലാവുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രയോഗം ആണ് സീം ടു ബി. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് സീം ടു ബി കഴിഞ്ഞ് അജക്റ്റീവ് വരുന്നത് നോക്കാം. അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. ഹാപ്പി എന്ന് പറയുന്നത് ഒരു നാമവിശേഷണമാണ്. സാഡ് എന്ന് പറയുന്നത് ഒരു നാമവിശേഷണമാണ്. അതുപോലെ സീം ടു ബി കഴിഞ്ഞ് ഒരു അജക്റ്റീവ് വരുമ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കാം. വളരെ ഈസിയാണ്. ഹി സീംസ് ടു ബി ഹാപ്പി. അവൻ സന്തോഷവാനാണെന്ന് തോന്നുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഹി എന്നതിന് പകരം നമുക്ക് വേറെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. സിംഗുലർ സബ്ജക്റ്റ്, ഇപ്പോൾ ഹി അവൻ, ഷീ അവൾ എന്നൊക്കെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ സീംസ് ടു ബി എന്ന് ഉപയോഗിക്കണം. അതല്ല, പ്ലൂറൽ സബ്ജക്ട്സ് അവർ, ദ ഗേൾസ് പെൺകുട്ടികൾ, ദ ബോയ്സ് ആൺകുട്ടികൾ എന്നൊക്കെയുള്ള പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ സീം ടു ബി ആണ് ഉപയോഗിക്കേണ്ടത്. അത്രയും സീം ടു ബി ആൻഡ് സീംസ് ടു ബി തമ്മിലുള്ള ഡിഫറൻസ് അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദേ സീം ടു ബി ഹാപ്പി. അവർ ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഷീ സീംസ് ടു ബി ഹാപ്പി. അവൾ ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഹാപ്പി എന്നത് ഒരു അജക്റ്റീവ് ആണ്. സീം ടു ബി കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചത് അജക്റ്റീവ് ആണ്. ഷീ സീംസ് ടു ബി അപ്സെറ്റ്. അവൾ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്സെറ്റ് എന്നത് ഒരു അജക്റ്റീവ് ആണ്. ഗീത സീംസ് ടു ബി യങ്. യങ് മീൻസ് ചെറുപ്പം. ഗീത ചെറുപ്പമാണെന്ന് തോന്നുന്നു. ഗീത സീംസ് ടു ബി യങ്. ദ ഡ്രസ്സസ് സീംസ് ടു ബി വെറ്റ്. ദ ഡ്രസ്സസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഡ്രസ്സുകൾ വെറ്റാണെന്ന് തോന്നുന്നു, നനഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. വെറ്റ് എന്നതും ഒരു അജക്റ്റീവ് ആണ്. ഇനി സീംസ് ടു ബി കഴിഞ്ഞ് അല്ലെങ്കിൽ സീം ടു ബി കഴിഞ്ഞ് ഒരു നൗൺ ഫ്രേസ് വരുമ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, ഹി സീംസ് ടു ബി ദ മാനേജർ ഓഫ് ദാറ്റ് കമ്പനി. അവൻ ആ കമ്പനിയുടെ മാനേജറാണെന്ന് തോന്നുന്നു. ദ മാനേജർ എന്നത് ഒരു നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ സീംസ് ടു ബി കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഒരു നൗൺ ഫ്രേസ് ആണ്. ഹി സീംസ് ടു ബി ദെയർ ഫാദർ. അദ്ദേഹം അവരുടെ ഫാദറാണെന്ന് തോന്നുന്നു. ഹി സീംസ് ടു ബി ദെയർ ഫാദർ. ദെയർ ഫാദർ എന്നുള്ളത് ഒരു നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ സീംസ് ടു ബി കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഒരു നൗൺ ഫ്രേസ് ആണ്. ഇനി അടുത്തത് സീംസ് ടു ബി കഴിഞ്ഞിട്ട് ഒരു ING ഫോം വരുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഷീ സീംസ് ടു ബി വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. അവൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ഒരാൾ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്, ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഷീ സീംസ് ടു ബി വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. അവൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഷീ സീംസ് ടു ബി വർക്കിംഗ്, ഷീ സീംസ് ടു ബി പ്ലേയിങ്, ഷീ സീംസ് ടു ബി പ്രാക്ടീസിങ്, ഷീ സീംസ് ടു ബി ക്രൈയിങ്. അവൾ കരയുകയാണെന്ന് തോന്നുന്നു. ദേ സീം ടു ബി വാച്ചിങ് എ മൂവി. അവർ ഏതൊരു മൂവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ദേ സീം ടു ബി. അപ്പോൾ സീം ടു ബി കഴിഞ്ഞിട്ട് ING ഫോം ഉള്ള വേർബ് ഉപയോഗിക്കാം. കണ്ടിന്യൂസ് ആയി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ ഈ സമയത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് ഫോംസ് നോക്കാം. ഹി സീംസ് ടു ബി സാഡ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവൻ സങ്കടത്തിലാണെന്ന് തോന്നുന്നു എന്നല്ലേ അതിൻ്റെ മീനിങ്. പക്ഷേ അവൻ സങ്കടത്തിലാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിലോ, തോന്നുന്നു എന്നതിന് പകരം തോന്നുന്നില്ല എന്നായപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി. അതെങ്ങനെ പറയും? ഹി ഡസൻറ്റ് സീം ടു ബി സാഡ്. അവൻ സങ്കടത്തിലാണെന്ന് തോന്നുന്നില്ല. ഡസൻറ്റ് സീം എന്നാക്കിയാണ് മാറ്റുന്നത് നെഗറ്റീവ് ഫോം ആകുമ്പോൾ. അത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇനി ദേ സീം ടു ബി സാഡ് എന്ന് പറഞ്ഞാൽ അവർ സങ്കടത്തിലാണെന്ന് തോന്നുന്നു എന്നല്ലേ. അത് നെഗറ്റീവ് ഫോം ആക്കുമ്പോൾ ദേ ഡോണ്ട് സീം ടു ബി സാഡ്. അവർ സങ്കടത്തിലാണെന്ന് തോന്നുന്നില്ല എന്നായി. ഡോണ്ട് സീം ടു ബി എന്നാക്കി.
അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ ഡസൻ സീം ടു ബി എന്നാക്കണം. അതേപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡോണ്ട് സീം ടു ബി എന്നാക്കണം. ഷീ ഡസൻ സീം ടു ബി, ഹീ ഡസൻ സീം ടു ബി, യു ഡോണ്ട് സീം ടു ബി, ദേ ഡോണ്ട് സീം ടു ബി, ദ ഗേൾസ് ഡോണ്ട് സീം ടു ബി, ദ ഗേൾ ഡസൻ സീം ടു ബി. അങ്ങനെ. അപ്പോൾ സെയിം ടു ബി എന്നതിൻ്റെ യൂസ് മനസ്സിലായല്ലോ.